വിഷുവായിട്ട് എന്താണോ സ്പെഷ്യൽ? എല്ലാവരും സദ്യയാണോ കഴിക്കുന്നത്? ഞങ്ങൾ കുറച്ച് മീൻ ബിരിയാണി ഉണ്ടാക്കി. നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു മീൻ എടുക്കാം. ഞാൻ കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾ, മുളക്, ഉപ്പ്, ഗരം മസാല, കുറച്ച് ഓയിൽ, നാരങ്ങ നീരും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് മീനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചതും ഒരു വലിയ ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, മസാലപ്പൊടി, പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും ആവശ്യമില്ല. അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെക്കുക. 2 വിസിൽ വന്നിട്ട് കുക്കർ ഒന്ന് തുറന്ന് വെക്കേ. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണേ. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെളിച്ചെണ്ണയിലിട്ടിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ മസാലൻ്റെ മേലേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ചോറുണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് കാഷ്യും കിസ്മിസും ഉള്ളിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് പുതിനയും മല്ലിയും പിന്നെ ഉപ്പും ഗരം മസാലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ദമ്മിടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കൊന്ന് നെയ്ച്ചോറ് വെക്കാം. നെയ്ച്ചോറ് വെക്കാനായിട്ട് സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്നതിനോട്ട് നോർമൽ നെയ്ച്ചോറ് തന്നെ. എണ്ണ ഒഴിക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക, ദെൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളം പതിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള കയാമ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലേക്ക് അടക്കാം. ദമ്മിലേക്ക് അടക്കാൻ നമ്മൾ കുക്കറിലാണ് ദമ്മിടുന്നത്. ഓൾറെഡി നമ്മൾ മസാല ഒക്കെ കുക്കറിലാണ് ഉള്ളത്. അതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ്റെതൊക്കെ മിക്സ് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് ചോറിട്ട് കൊടുക്കാം. കുറച്ച് ചോറിടുക. എഗെയിൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ്റെതൊക്കെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ നടുവിലേക്ക് കുറച്ച് ഗീയും അതേപോലെ തന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറിൽ കലക്കിയാലും മതി. അത് കൂടി ചേർത്ത് കൊടുക്കുക. ദെൻ അങ്ങനെ 2 ലെയർ വെക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ കുക്കറിൻ്റെ വിസിലൊക്കെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നമ്മളെ ദമ്മിട്ടത് റെഡി ആയി കഴിയും. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും മസാലയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചോറ് എടുക്കുന്ന സമയത്തെ മീൻ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ദെൻ ചോറെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മീനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് സെർവ് ചെയ്യാം.